ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ TDA2050 IC ഉപയോഗിച്ചുകൊണ്ട് ഒരു 3 ചാനൽ ആംപ്ലിഫയർ ആണ് നിർമ്മിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 2.1 ആമ്പാക്കി മാറ്റും. ചെറിയ രീതിയിലുള്ള ഒരു 30 വാട്ട്സ് വീതം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചെറിയൊരു 2.1 ആക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്കിതിനൊരു സറൗണ്ടിങ് ആംപ്ലിഫയർ ആക്കി മാറ്റാം. സെൻട്രൽ ചാനലിലും അതുപോലെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്കുമായി വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു 2.1 ഉപയോഗിക്കുന്ന ഒരാൾക്ക് 5.1 വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി അസംബിൾ ചെയ്തെടുത്താൽ നമുക്കിതിനെ ഇതുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 5.1ൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് ഇതിനെ പലതരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഞാനിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇത് ഞാൻ TDA2050 IC ആണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനത് ഹീറ്റ് സിങ്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ IC ആണ് ഞാനിപ്പോൾ സോൾഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓരോ കമ്പോണൻറ്റുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഞാനിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ നൽകുന്നതാണ്. അപ്പോൾ സോൾഡറിങ് ഒക്കെ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ കമ്പോണൻറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ആമ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് പാർട്സുകളെല്ലാം തന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ലഭിക്കുന്നവയാണ്. PCB ചിലപ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വരും. അപ്പോൾ നമുക്കൊരു കോമൺ PCB വാങ്ങി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കോപ്പർ ക്ലാഡ് ബോർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ബോർഡ് വാങ്ങിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ട്രാക്കുകൾ വരച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യും. ഞാനിതിപ്പോൾ പ്രിൻ്റ് എടുത്ത് എച്ചിങ് ചെയ്തിട്ടുള്ളതല്ല ഇത്. ഞാനിത് ഒരു സർക്യൂട്ട് ഞാനിത് വരച്ചെടുത്തിട്ടുള്ളതാണ്. പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ലേസർ പ്രിൻ്റർ വേണം. എൻ്റെ പ്രിൻ്റർ ലേസർ അല്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഇത് വരച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു PCB നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ PCB വാങ്ങിയതിന് ശേഷം അതിലേക്ക് കോപ്പർ വയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാക്കുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചോ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്കിതിൻ്റെ PCB ഡിസൈൻ ചെയ്ത് PCB ആക്കി നൽകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലുള്ള സൈറ്റുകളുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള ഫേസ്ബുക്കുകളിലോ ഗ്രൂപ്പുകളിലോ ഒക്കെ നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് PCB നമ്മൾ സർക്യൂട്ട് കൊടുത്താൽ ആ സർക്യൂട്ടിനെ PCB ആക്കി നൽകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് റേറ്റ് വരുന്നത് ഏകദേശം സ്ക്വയർ ഇഞ്ചിനോ മറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ റേറ്റ് ഈടാക്കുന്നുണ്ട്. വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ PCB സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോപ്പർ ക്ലാഡ് ബോർഡ് വാങ്ങി PCB ഡിസൈൻ ചെയ്തും എടുക്കാം. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകളെല്ലാം ഞാനിവിടെ ലോക്കൽ മാർക്കറ്റിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 200 രൂപയിൽ താഴെ മാത്രമേ എനിക്കിതിന് ചിലവായിട്ടുള്ളൂ. 200 രൂപയിൽ താഴെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡ് TDA2050 IC ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 ചാനൽ ഔട്ട്പുട്ട് നൽകുന്ന ഒരു ബോർഡ് വാങ്ങണമെങ്കിൽ 750 രൂപയാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. ഞാൻ വിലയല്ല ഇവിടെ കണക്കാക്കുന്നത്. നമ്മൾ ഈ ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ളവർ, ഇലക്ട്രോണിക്സിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്തെടുത്ത് സ്വന്തമായി അസംബിൾ ചെയ്തെടുത്ത ഒരു ആംപ്ലിഫയർ പാടി കേൾക്കുമ്പോഴുള്ള ഒരു മനസ്സുഖം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വില കൊടുത്ത് വാങ്ങാനാണെങ്കിൽ നമുക്കിത് റെഡിമെയ്ഡ് ബോർഡുകൾ ഒരുപാട് ലഭിക്കുന്നതാണ്. അത് വാങ്ങി കണക്ഷൻ കൊടുത്ത് നമുക്ക് പാട്ട് പാടിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ സ്വന്തമായി നിർമ്മിച്ച് എടുക്കുന്ന ഒരു ആംപ്ലിഫയർ പാടുമ്പോഴുള്ള ഒരു മനസ്സംതൃപ്തി, അങ്ങനെ ഉള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകൾ, ഇപ്പോൾ ഡിസ്ക് കപ്പാസിറ്ററുകൾ നിങ്ങൾ കണ്ട് സെറാമിക് കപ്പാസിറ്ററാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് പോളിസ്റ്റർ കപ്പാസിറ്ററുകളോ അല്ലെങ്കിൽ പേപ്പർ കപ്പാസിറ്ററുകളോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ നല്ലൊരു ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിലവിൽ പോളിസ്റ്റർ കപ്പാസിറ്ററുകളൊന്നും ലഭ്യമല്ല. അവിടെ സെറാമിക് പോളിസ്റ്റർ ഉണ്ട്, പക്ഷേ അത് 500 വാട്ട്സ് 450 വാട്ട്സ് അതുപോലെ 450 വോൾട്ട് ഒക്കെ വരുന്ന കപ്പാസിറ്ററുകളാണ്. നമുക്കിതുപോലെ ചെറിയ സൈസിലുള്ള കപ്പാസിറ്ററുകളൊന്നും പോളിസ്റ്ററുകൾ നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ലഭിക്കുന്നില്ല. നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പവർ സപ്ലൈ സെക്ഷനിലാണ് ഞാൻ ഈ ഒരു നീല കപ്പാസിറ്റർ നിങ്ങൾ കണ്ടു കാണും. അത് പവർ സപ്ലൈ സെക്ഷനിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഡുവൽ പവർ സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 15 വോൾട്ടിൻ്റെ ഡുവൽ സപ്ലൈ ആണ് കൊടുക്കുന്നത്, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇത് ജമ്പറുകളാണ് ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സപ്ലൈക്ക് വേണ്ടിയിട്ട് 3 സപ്ലൈ ആകുമ്പോൾ ഗ്രൗണ്ട് പ്ലസ് മൈനസ് 3 സപ്ലൈ ആകുമ്പോൾ ഞാനതൊരു 3 ട്രാക്കായിട്ട് കൊടുത്തുകൊണ്ട് 3 ചാനലിലേക്കും ജമ്പറുകൾ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ കണക്ഷനുകൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കി മനസ്സിലാക്കുക.
അപ്പോൾ നമ്മൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇത് നോക്കി മനസ്സിലാക്കി ഇതൊരു ചാനലിൻ്റെ ഡയഗ്രാമാണ്. ഈ ചാനൽ തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ 3 ചാനലിലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ആമ്പ് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കോമൺ ആയിട്ട് ലഭിക്കുന്നത് LA4440 IC ഉപയോഗിച്ചുകൊണ്ടുള്ള LA44 ഇപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ ചൈന മെയ്ഡ് IC ആയ CD4440 ആണ് വരുന്നത്. ആ ഒരു ബോർഡാണ് ഇപ്പം നമുക്ക് നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്നത്. TDS സീരീസിലുള്ള 2050 അല്ലെങ്കിൽ 2030 ബോർഡുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ലഭിക്കുന്നത് 4440 തന്നെയാണ്. 4440 ബോർഡ് ഉപയോഗിക്കുമ്പോൾ നോയ്സാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ വർക്കിംഗ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഞാനതിന് 3 ചാനലിലേക്കും സ്പീക്കർ കണക്ട് ചെയ്യുന്നുണ്ട്. 3 ചാനലിൻ്റെ ഔട്ടിലേക്ക് സ്പീക്കർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നത് ഓരോ ചാനലിലേക്കും വീതം കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇൻപുട്ട് 3 ചാനലും കൂടെ ഒന്നിച്ച് പാട്ട് പാടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല ഏതൊക്കെയാണ് പാട്ട് പാടുന്നത്. കാരണം ഇതിൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് സ്പീക്കറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കാണിക്കാനും രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ 3 ചാനലിലേക്കും ഓരോ സ്പീക്കറുകൾ കണക്ട് ചെയ്തതിന് ശേഷം ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഓരോ ചാനലിന് വേണ്ടി മാത്രം ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നു. പിന്നെ LA44 ബോർഡാണെങ്കിൽ നോയ്സ് നമുക്കത് മാറ്റാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്താൽ നോയ്സ് മാറ്റാൻ സാധിക്കും. പക്ഷേ TDS സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോയ്സ് വളരെ കുറവാണ്. നമ്മൾ എങ്ങനെയൊക്കെ അസംബിൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നോയ്സ് വളരെ കുറഞ്ഞ ഒരു സീരീസാണ് TDICകൾ. LA4440 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. 4440 ബോർഡ് ഉപയോഗിക്കുന്നവർക്കറിയാം നോയ്സ് മാറ്റുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗ്രൗണ്ടിങ് പ്രോപ്പർ ആയിരിക്കണം. അത് കൃത്യമായ രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ ആ ഒരു നോയ്സ് മാറുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ICക്ക് അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നോയ്സുകളൊന്നുമില്ല. ഞാനിനി ഇതിലേക്കുള്ള ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ഇതൊരു സ്റ്റീരിയോ പിന്നാണ്. എന്നാൽ ഞാൻ 2 വയർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ഗ്രൗണ്ടും ഒരു ചാനൽ, ഒരു സിഗ്നലിന് വേണ്ടിയുള്ള ഒരു വയർ, 2 വയർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഗ്രൗണ്ട് നേരിട്ട് കണക്ട് ചെയ്യുന്നു, സിഗ്നൽ വയർ കണക്ട് ചെയ്യുന്നില്ല. ഇത് ഓരോ ഇൻപുട്ടിലേക്കും കൊടുക്കുമ്പോൾ പാട്ട് പാടുന്നത് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഡ്യുവൽ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ഇതിനൊരു പവർ സപ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 15.015 ആണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് +15 -15 വോൾട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതായത് പവർ സപ്ലൈ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. വർക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആമ്പ് ബോർഡ് ഉണ്ടാക്കിയെടുക്കാം, സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാം. ഇതുപോലെ താല്പര്യമുള്ളവർക്ക്. അല്ലാത്തവർക്ക് ഇത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇത് മാർക്കറ്റുകളിലോ വാങ്ങാനും ലഭിക്കുന്നതാണ്. TDA 2050 IC ഉപയോഗിച്ചുള്ള ബോർഡുകളൊക്കെ വാങ്ങാനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫോണിൽ ഈ ജാക്ക് 3.5 mm ജാക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ഇതിൽ പ്ലേ ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ഫോണിൽ നമ്മുടെ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്തതിന് ശേഷം ഓരോ ചാനലിൻ്റെയും ഇൻപുട്ടിൽ ഈ ഒരു വയർ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂസിക് സൗണ്ട് പ്ലേ ആവുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു സെൻട്രൽ ചാനലിലേക്ക് ഇത് ടച്ച് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്തു തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അത് തുടർന്നുള്ള വീഡിയോകളിൽ എനിക്കത് ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിലും മികച്ചതാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്.